ഒരു ദോശ മതി 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 ഇനി മതി മതി. മതിയാ? എവിടെ രണ്ടെണ്ണം എവിടെ? അവര് കഴിച്ചോ? എപ്പോഴേ കഴിച്ച്. ഒരുത്തി ഡയറ്റ് ഫുഡ് ദോശയൊന്നും കഴിക്കൂലല്ലോ, കാർബോഹൈഡ്രേറ്റ്സ് അല്ലേ. മറ്റവള് 2 റൗണ്ട് കഴിഞ്ഞു. അതെ, ഇന്നൊരു കാര്യം ചോദിക്കണം എന്ന് വിചാരിച്ചു നിൽക്കുന്നത്. ചിന്നുനെ ഈ അടുത്ത് വല്ലതും വിളിച്ചായിരുന്നോ? ചിന്നുവിനെ രാമനെ വിളിച്ചിട്ട് കുറച്ച് ദിവസമായി. എന്ത് വിളിക്കാത്ത? സമയം കിട്ടില്ല മണി, തിരക്കല്ലേ. ഇങ്ങനെ സമയം കിട്ടില്ല എന്നും പറഞ്ഞ് വിളിക്കാതിരുന്നാൽ ആ കൂടെ ഒരു പെങ്ങളാണുള്ളത്. അവളെ വിളിച്ച് എന്തൊക്കെ പരാതി പറഞ്ഞെന്നറിയോ എൻ്റെ അടുത്ത്. ആ കൂടെ ഉള്ള ഒരു കൂടെ പിറപ്പാണ്, അച്ഛൻ പോലും ഇല്ല, എല്ലാം ചേട്ടൻ നോക്കിക്കോളാന്ന് ഡയലോഗ് അടിക്കും. പക്ഷെ തിരിഞ്ഞു നോക്കത്തില്ല, ഒരു ആവശ്യ ഘട്ടത്തിൽ തിരിഞ്ഞു നോക്കാത്ത മൊരടനായ സഹോദരൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പറഞ്ഞിടാണ്. കുറെ കാര്യം പറഞ്ഞു. അവള് പരാതിയൊക്കെ പറയും, അത് ശരിയാണ്. പക്ഷെ മണി മൊരടൻ അവള് പറയില്ലല്ലോ. അത് നീ കൈ നീട്ടല്ലേ? മൊരടൻ എന്നുള്ള വാക്ക് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, പക്ഷെ ബാക്കിയെല്ലാം പറഞ്ഞു. ഓ, വലിയ സ്നേഹമുള്ള പെങ്ങള്. ഞാൻ വിളിച്ചില്ല, ശരിയാണ്, സമയം ഇല്ലായിരുന്നു. അവൾക്ക് ഇങ്ങോട്ടൊന്ന് വിളിച്ചൂടെ? നീ ആലോചിച്ചോക്ക്, പണ്ട് നാഴികക്ക് 40 വട്ടം ഈ വീട്ടിൽ കയറി ഇറങ്ങുന്നവരാ. ഇപ്പോഴോ? പിന്നെ ഒരു കാര്യം, അവള് ഹാപ്പിയാണ്. അതെ, ഈഗോയും വെച്ചോണ്ടിരുന്നത്. ഞാൻ വിളിച്ചില്ല, നീ വിളിച്ചില്ല എന്ന് പരാതിയും പറഞ്ഞോണ്ടിരുന്നോ? അങ്ങനെ സഹോദരന്മാര് ഒരു സ്നേഹം ഇല്ലാണ്ടായി പോവും. അങ്ങനെയൊന്നും പറഞ്ഞോണ്ടിരിക്കണ്ട. ഈ ഈഗോയെ കളഞ്ഞിട്ടൊന്ന് വിളിക്കാം അവളെ. ഞാൻ വിളിച്ചോളാം. അവൾക്ക് എത്ര വിഷമം ഉണ്ടായിട്ടാണ്. എനിക്ക് മണിക്കുട്ടൻ ചേട്ടൻ വിളിച്ചില്ലെങ്കിൽ എന്ത് വിഷമം വരും അല്ലേ? പിന്നെ അവളെ കാര്യം മനസ്സിലാക്കി കൂടെ. അവൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ പണ്ടത്തെ പോലെയാണ്. ഫ്രീ ബേർഡായിട്ട് നടന്നപ്പം വിളിക്കും വരും ഒക്കെ ചെയ്യും. അവിടെ ആരുടെ കാര്യം നോക്കണം? പണ്ട് അമ്മയുടെ മാത്രം നോക്കിയാൽ മതി. ഇപ്പൊ രാമന്റെ കാര്യം നോക്കണം, വീട്ടിലെ സകല കാര്യങ്ങളും നോക്കണം, ഉണ്ണിമാമന്റെ കാര്യം നോക്കണം. അവൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. മണി, ഞാൻ വിളിച്ചോളാം അവളെ. ഓ, പരാതി പറയാൻ തന്നെ വിളിക്കുന്നത്. അല്ല, മണിക്കൂട്ടനെ കുറെ ദിവസമായാലും വന്നിട്ട്. വരാന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് അവിടെ എന്തോ വിളവെടുപ്പ് കൊടുക്കണമെന്ന്, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അല്ല, സൂപ്പർ മാർക്കറ്റിൽ പോണം, കുറച്ച് സാധനം വാങ്ങിക്കാണ്ട്. ഞാൻ ലിസ്റ്റ് ഇട്ട് വാട്സാപ്പിൽ ടൈപ്പ് ചെയ്ത് അയച്ചുതരാം. നീ ഒരു കാര്യം ചെയ്യ്, നമുക്ക് ഒരുമിച്ച് പോവാം. നീ വാ. ബെസ്റ്റ്. ഞാനും കൂടെ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കാളും മുന്നേ 2 എണ്ണം ചാടി ഇറങ്ങും. എന്നിട്ട് അവിടെ ചെന്നിട്ട് അറിയാലോ എന്താ അവസ്ഥയെന്ന്. ഓ, അയ്യോ, വേണ്ട വേണ്ട വേണ്ട. എന്താ ഒരുത്തി കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇറക്കും, മറ്റേവള് ഫുഡ് ഐറ്റം തേടി അങ്ങോട്ട് ഇറക്കും. അവസാനം എന്റെ പോക്കറ്റിലെ പൈസ മൊത്തം പോകും. വേണ്ട. അപ്പം ഞാൻ പറഞ്ഞ കാര്യം വിഷയം മാറി പോവല്ലേ. സാധനം വാങ്ങിക്കാൻ പോണെന്ന് ചിന്നുന്റെ കാര്യം വിളിക്ക്. ഞാൻ പറഞ്ഞിട്ട് വിളിക്കാണെന്ന് പറയല്ലേ? ഞാൻ പറയൂ, എനിക്ക് അറിഞ്ഞില്ല, ഞാൻ വിളിച്ചോളാം. പരാതി പറയാനേ കാണുള്ളൂ നേരം. വരാതെയല്ല, അവള് ചാടും, ഒരുപാട് കിടന്ന് ചാടും. അത് മൊത്തം സമാധാനത്തിൽ ഒന്നും തിരിച്ചു പറയണ്ട, കേട്ടോണ്ടിരിക്കുക. അവളുടെ വിഷമം മൊത്തം പറഞ്ഞു തീർക്കുമ്പോ കാര്യം പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ വീണ്ടും അടിയോ. എന്റെ പൊന്നെ, ശരി, ഞാൻ വിളിച്ചോളാം, കുഴപ്പമില്ല. ചായ ഉണ്ടോ? ഇല്ല, എടുക്കാം.